ഹായ് ആൾ, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന നല്ല ഭംഗിയായിട്ടുള്ളൊരു കേക്ക് ഡെക്കറേഷൻ്റെതാണ്. അപ്പോൾ ഈ കേക്ക് ഡെക്കറേഷൻ ചെയ്യാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു കേക്ക് ബേസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ വാനില കേക്കാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വാനില സ്പഞ്ച് കേക്കിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ അത് കാണാത്തവർ അതൊന്ന് കണ്ടു. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തോളൂ കേട്ടോ, ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ. പിന്നെ അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതുകൊണ്ട് തന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ ലെങ്ത്ത് ഒരുപാട് കൂടുതലായി പോകും. നമ്മൾ ഓൾറെഡി വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ടല്ലോ, പിന്നെ ഇപ്പം അതിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് കരുതിയാണ് കേട്ടോ ഞാൻ നേരെ ആ ഒരു പാർട്ട് സ്കിപ്പ് ചെയ്ത് കളയണത്. അപ്പോൾ അതാ നമ്മൾ കേക്ക് രണ്ടായിട്ട് കട്ട് ചെയ്ത് ആദ്യം എടുത്തിട്ടുണ്ട് കേട്ടോ. അതായത് നമ്മൾ സ്പഞ്ച് ഉണ്ടാക്കുമ്പോൾ അത് രണ്ടായിട്ട് കട്ട് ചെയ്തു, പിന്നെ അതിനെ പകുതിയാക്കുവാണ് കേട്ടോ. അതായത് 4 പീസ് ആക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തു കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഞാൻ പാലും അതുപോലെ മിൽക്ക് മെയ്ഡും കൂടി മിക്സ് ആക്കിയിട്ടാണ് കേട്ടോ ചേർക്കണത്. അപ്പോൾ അതിന് പകരം നമ്മുടെ കയ്യിൽ എന്താ പറയുക ഷുഗർ സിറപ്പ് ഉണ്ടെങ്കിൽ അത് ചേർക്കാം. അതുപോലെ ഷുഗർ സിറപ്പിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ ഷുഗർ സിറപ്പൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും, എന്നാലും ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. പിന്നെന്താണ്, അപ്പോൾ ഇതാ ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്പോൾ റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണെങ്കിൽ എപ്പോഴും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇപ്പോൾ ഏത് ക്രീം എടുത്താലും കുഴപ്പമൊന്നുമില്ല, പക്ഷേ ടേസ്റ്റ് വൈസ് നോക്കുമ്പോൾ റിച്ച് ഗോൾഡ് കുറച്ചുകൂടെ നല്ലതാണ് കേട്ടോ. പിന്നെ ഇതാ സെയിം രീതി തന്നെ നമ്മൾ ആദ്യം വെറ്റ് ചെയ്തതിന് ശേഷം പിന്നെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുക. അങ്ങനെ മൊത്തത്തിൽ ഇതൊന്ന് കവർ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ സാധാരണ രീതിയിൽ ടോപ്പ് ഫോർവേഡ് കേക്ക് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെയല്ല കഴിഞ്ഞുകൊണ്ട്, അതായത് നമ്മളിപ്പോൾ റൗണ്ട് കേക്ക് ഉണ്ടാക്കിയില്ലേ, ഫുള്ളായിട്ട് റൗണ്ട് കേക്ക് അങ്ങോട്ട് ഉണ്ടാക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ കുറച്ച് ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇങ്ങനെ എടുക്കുന്നതുകൊണ്ട് അപ്പോൾ ആ ഒരു കുറച്ച് ഭാഗമാണെങ്കിൽ നമുക്ക് വേസ്റ്റായി പോവുകയാണ് ചെയ്യണത് കേട്ടോ. പിന്നെ അന്നേരം കുറച്ചുകൂടെ ഒരു ഹൈറ്റ് കൂടുതൽ പോലെ തോന്നുന്നുണ്ട്. ഇതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള ഇതെന്ന് പറയുമ്പോൾ ഇതാണ് കേട്ടോ. നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതാണെങ്കിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും. അതായത് നമ്മളൊരു റൗണ്ട് കേക്ക് ഉണ്ടാക്കുക, എന്നിട്ട് നടുക്കുന്നൊന്ന് കട്ട് ചെയ്തെടുത്താൽ മതിയല്ലോ. പിന്നെ ഇതേപോലെ കുറച്ചൊക്കെ ആയിട്ട് തള്ളിയൊക്കെ നിൽക്കണമെങ്കിൽ അതൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഈ ക്രം കോട്ട് ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് സമയം ഒന്ന് നമ്മൾ ഫ്രിഡ്ജിലിട്ട് വെക്കണം കേട്ടോ, ഇതൊന്ന് സെറ്റായി വരാനായിട്ട്. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് സമയത്തേക്ക് ഫ്രീസറിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഞാൻ നമ്മൾ ഏത് ബേസിലാണ് സെറ്റ് ചെയ്യണത് അതിനകത്തേക്ക് മാറ്റി വയ്ക്കുക കേട്ടോ. അപ്പോൾ അതായത് ഇതുപോലെ കുറച്ചൊന്ന് ക്രീം ആ ഒരു ബേസിലാക്കിയതിന് ശേഷം ഞാനൊരു പപ്പടക്കോല് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കുത്തിക്കിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വയ്ക്കുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ കണ്ടില്ലേ, ഇത് നമ്മൾ കമത്തിയാണ് ഇപ്പോൾ കണ്ടില്ലേ, ഷേപ്പ് വേറെ ടൈപ്പിലാക്കി എടുത്തല്ലോ. അപ്പോൾ ഈ ഒരു ഷേപ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് ഇപ്പോൾ ഇത് ടോപ്പ് ഫോർവേഡ് കേക്ക് എന്നും പറഞ്ഞുകൊണ്ടെടുക്കാം. അതുപോലെ ഇഗ്ലോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പല രീതിയിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കില്ല, പല വീടിൻ്റെ രൂപത്തിലും ഒക്കെ ഉണ്ടാക്കിയെടുക്കില്ല. അപ്പോൾ ആ ഒരു രൂപത്തിലൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുകയാണെങ്കിൽ പറ്റും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു സിമ്പിൾ ഡിസൈൻ കൊടുത്തിട്ട് എങ്ങനെ ചെയ്തെടുക്കാം എന്നുള്ളതാണ് കേട്ടോ. നമ്മുടെ അതിൽ എന്താ പറയുക, നോസിൽസ് ഒന്നും ഇല്ലാണ്ട് നമുക്കിത് കേക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് ലെവൽ ചെയ്യേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഇത് കണ്ടില്ലേ, നമ്മുടെ ആ ഒരു ഐസിങ് നൈഫ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് ഇതുപോലെ ചെയ്ത് കൊടുക്കുന്നത്. ജസ്റ്റ് ഇങ്ങനെ എന്താ പറയുക, ഒന്ന് തട്ടി കൊടുത്തേച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു ഡിസൈനായിട്ട് വരും കേട്ടോ. അപ്പോൾ ഇതെല്ലാ ഭാഗത്തും ഇതുപോലെ തന്നെ ആക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് എത്ര ചെറിയ കുട്ടികൾക്ക് വേണമെങ്കിലും ചെയ്തെടുക്കാൻ പറ്റുന്ന എന്നാൽ നല്ലൊരു ഭംഗിയായിട്ടുള്ളൊരു കേക്കാണ് കേട്ടോ ഇത്. എന്നിട്ട് ഇതിന് മുകളിൽ നമുക്ക് കേക്ക് ടോപ്പേഴ്സ് ഒക്കെ വച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എന്താ പറയുക, ഒരു ഹാർട്ട് ഷേപ്പ് കട്ടൗട്ട്സ് ഒക്കെ നമുക്ക് ബട്ടർഫ്ലൈയുടെ കട്ടൗട്ട് ഒക്കെ ഇതുപോലെ എങ്ങനെയാണെന്ന് വെച്ചാൽ വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ നോസിലുണ്ടെങ്കിൽ നോസിൽ വെച്ചിട്ട് ഇതുപോലത്തെ എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ താഴത്തായിട്ട് ചെയ്ത് കൊടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് നമുക്ക് എന്താ പറയുക, ഒരു പൈപ്പിംഗ് ബാഗിൽ ഒരു കട്ടിട്ടിട്ട് ഇങ്ങനെ ആക്കിയെടുത്താലും മതി കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ പേരൊക്കെ വേണമെങ്കിൽ അതൊക്കെ നമുക്ക് എഴുതി കൊടുക്കാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മുടെ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നല്ലൊരു ഉഷാർ വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക്